എന്റെ മോക്ക് എന്താ പറ്റിച്ച? ഒന്നുമില്ല എന്റെപ്പ, ഒരു ചെറിയ പനി. മോളെ എന്താ മോളെ? ഭയന്നതായിരിക്കും. എന്റെപ്പ, നീ പോകുന്ന വഴിക്ക് ആ ഡോക്ടർ സൗമ്യനോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി അച്ഛാ, ഞാൻ ഡോക്ടറെ കൊണ്ട് ഇപ്പൊ തന്നെ വരാം. പേടിക്കാനൊന്നുമില്ല എന്റെപ്പ. വാസു, 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 വാസു. എല്ലാരും പോയി പണിയെടുക്ക്. ഒന്ന് ചുമ്മാ കിടന്ന് പിടയ്ക്കാ സാറേ. ഇയാളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കാം. അതിന് അയാൾക്കൊന്നും പറ്റിയില്ലല്ലോ. അത് ആണുങ്ങളെ രക്ഷപ്പെടുത്തിയതുകൊണ്ടാ. ആരാ ആണ്? എന്താ തന്റെ പേര്? സലീം. ഗുഡ്. താനൊരു തൊഴിലാളിയെ രക്ഷിച്ചു എന്നറിഞ്ഞു. ഐ എം റിയലി ഹാപ്പി. കഴിവുള്ളവരെ അംഗീകരിക്കാൻ CK ഗുപ്ത ഒരിക്കലും മടി കാണിക്കാറില്ല. ഐ വിൽ ഗിവ് യു എ റിവാർഡ്. മാഗി, ഞാൻ തന്നെ വിളിക്കൂ. എനിക്കൊന്നും വേണ്ട സാർ. പ്രതിഫലത്തിന് വേണ്ടിയല്ല ഞാനത് ചെയ്തത്. നോ 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 നോ, പ്രതിഫലമല്ലടോ, പ്രസന്റേഷൻ, സമ്മാനം. സാർ വിളിച്ചോ? മിസ്റ്റർ രാജേന്ദ്രൻ, സലീമിന് ഒരു 1000 rupees കൊടുത്തേക്കും. 1000 rupees? യെസ്, ലെറ്റ് ഹിം എൻജോയ്. വെൽ ഡൺ. സലീം പറ്റൂ. ഓക്കെ. എന്താണ് പുതിയ പ്രസന്റേഷൻ ഒക്കെ? That's CK Gupta. C for cunning, K for kissing. killing. Killing. അവൻ ആരോഗ്യവാനും ധൈര്യശാലിയുമായ ഒരു ചെറുപ്പക്കാരനാണ്. അവനെ ഫ്യൂച്ചറിൽ ഞാൻ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും. സാറിന്റെ എവിടെ വെക്കുന്നേ? വണ്ടി വർക്ക്ഷോപ്പിലാ. വീട് വഴിയാണോ? ഞാനും വരാം. താനവിടെ ഇരുന്നോടോ. ഇങ്ങോട്ടോ, ഞാൻ ഓടിക്കാം. ആന്റപ്പൻ എവിടെ പോയിരുന്നു? ഞാൻ ആ ശ്രീധരൻ മുതലാളിയുടെ വീട് വരെ പോയതാ. ശ്രീധരൻ മുതലാളിയോ? പുള്ളിക്കാരൻ എന്താ ഏർപ്പാട്? പുള്ളിക്കാരൻ വലിയ പണക്കാരനല്ലേ, വലിയ തോട്ടവും റബ്ബർ എസ്റ്റേറ്റും. പക്ഷെ ആള് മഹാസാധുവാ. പാവങ്ങളുടെ വലിയ കാര്യമാണ്. പുതിയ ജോലി കൊള്ളാലോ. എല്ലാം പഠിച്ചിരിക്കണ്ടേ. ആന്റപ്പൻ പോയിക്കോ. ലൈജയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വിശേഷമൊന്നുമില്ല. ഞാൻ വരട്ടെ. ശരി. കൂലി കൂടുതൽ തരാൻ വേണ്ടി നിന്റെ വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കും. ചൂടാകാതെ പോണേ. അല്ല, മറ്റോ മാത്രം മതിയോ?
നിനക്ക് എന്റെ യൂണിഫോം തന്ന് നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് എന്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ്. നീ ജയിലിൽ മരണവും കാത്തുകിടന്ന ഒരു കുറ്റവാളിയാണ്, അതറിയാമല്ലോ. സാർ ഞാൻ ഒന്നും പറയണ്ടാ. നീ ഇവിടുന്ന് ചാടിപ്പോവാനായിട്ട് ശ്രമിച്ചു അല്ലേ? സാർ ഞാൻ പറയുന്ന അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. ഇൻസ്പെക്ടർ ജോർജ് തോമസിനെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ആൾക്കാരൊക്കെ വരുന്നു. 2 ഇടിയോടൊപ്പം തന്നെ ജീപ്പിക്കട്ടെ. ഇടിയടാ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണല്ലോ സർ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഞാൻ സലീമിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. അറിയാം. തെറ്റ് ആരുടെ ഭാഗത്താണോ എന്തോ തൽക്കാലം അവന് മാപ്പ് കൊടുത്ത് പറഞ്ഞു വിടണം. ഫാക്ടറി കിടന്ന് തെമ്മാടത്തരം കാണിക്കുന്ന എനിക്ക് ഒരു അതിര് വേണ്ടേ? ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. മിസ്റ്റർ ഗുപ്ത പോയിക്കോളൂ, ഞാൻ വിട്ടേക്കാം. എനിക്ക് അവനോട് ചില കാര്യങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. അവനെ ഒന്നും ചെയ്യരുതേ. നോ. ഓക്കെ, സീ യു. താങ്ക് യു വെരി മച്ച്. സാർ ഇരിക്കും. ഇരിക്കെ. അല്ല ഇരിക്കണോ? കാര്യങ്ങളെല്ലാം എവിടം വരെയായി? എല്ലാം ഞാൻ ഒരുവിധം ശരിയാക്കി വരുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഈ മലമുകൾ മുഴുവൻ അവന്റെ ആൾക്കാരാണ്. ഇതുവരെ ആർക്കും സംശയമില്ലെന്നാണ് എന്റെ വിശ്വാസം. ഏറ്റവും അപകടം പിടിച്ച ഭാഗത്താണ് നാം എത്തിയിരിക്കുന്നത്. അറിയാം. ഇതാണ് 1 വർഷത്തിനു മുമ്പുള്ള അവന്റെ യഥാർത്ഥ ഫോട്ടോ. ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഗാങ്ങുമായും ഇതിന് ബന്ധമുണ്ട്. ഒരാക്രമണത്തിലൂടെ മാത്രമേ നമുക്ക് ഇവനെ കീഴ്പ്പെടുത്താൻ കഴിയൂ. അതിലവൻ കൊല്ലപ്പെട്ടാൽ പോലും പ്രശ്നമില്ല എന്നാണ് SP സാർ പറഞ്ഞത്. പക്ഷേ അവന്റെ പക്കലുള്ള ആ മൈക്രോ ടേപ്പ് നമുക്ക് കൈക്കലാക്കണം. അത് കിട്ടിയാൽ രാജ്യത്ത് ഒറ്റിക്കൊടുത്തിട്ടുള്ള പല ചാരന്മാരെ കുറിച്ചുള്ള പല രഹസ്യരേഖകളും നമുക്ക് പിടിച്ചെടുക്കാം. ശരി സാർ. എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? ഇനി എന്നെ അവിശ്വസിക്കുന്നതിലാണ് എനിക്ക് വിഷമം. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ വാക്കുപാലിക്കും. അതോടൊപ്പം സാർ എനിക്ക് തന്ന വാഗ്ദാനവും. ഓക്കെ. മാനവിയുടെ മുഖം മൂടിയാണ് അവന്റെ ഇവിടുത്തെ തൽക്കാലായുധം. ഏതായാലും റോയി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം അവൻ രക്ഷപ്പെടില്ല. എന്നെ വിശ്വസിക്കണം സാർ. ശരി, റോയ് വെക്കോളൂ. നമുക്ക് വീണ്ടും കാണാം. ഹലോ, മിസ്റ്റർ ജോർജ് സ്പീക്കിംഗ്. എന്തായി? കുഴപ്പമൊന്നുമില്ല സാർ. നമ്മൾ സംശയിച്ച പോലെ കുഴപ്പമൊന്നുമില്ല. ഈസ് ഓൾ റൈറ്റ് എന്ന് തീർത്തു വിശ്വസിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്ക് വേറെ അറിയാൻ കഴിയും. എന്റെ സിസ്റ്റർ അവന്റെ കൂടെ ഉണ്ട്. സോഫിയോ? അതെ. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? കുഴപ്പമൊന്നുമില്ല സാർ. സോഫി അവന്റെ ഭാര്യയാണെന്നാണ് ഇവിടെ എല്ലാരും ധരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ കാണിക്കുന്നത് അഭിയോഗമാണ് മിസ്റ്റർ ജോർജ്. ഒന്നുമില്ല സാർ. അത്യാവശ്യമുള്ള രക്ഷ അവളുടെ കയ്യിലുണ്ട്. ഷീസ് മൈ സിസ്റ്റർ. റോയി അവിടെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അവന്റെ സിസ്റ്ററിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പ്രകാശിന് മാത്രമേ അറിയാവുള്ളൂ. മറ്റാർക്കും അവനെ അറിയില്ല. അവനും. സാറ് രാത്രി പുറപ്പെടും അല്ലേ? അതെ. സാറ് സ്റ്റേഷനിൽ വരണ്ട, ക്വാർട്ടേഴ്സിലേക്ക് വന്നാൽ മതി. ഓക്കെ. സോഫി ഇതാ വരുന്നു. ഏതായാലും പേര് കൊള്ളാം. സലീം, ചായ കുടിക്കൂ. എങ്ങനെയുണ്ടടി എന്റെ മീശ? കൊള്ളാം. ആ റിവോൾവർ എവിടെ?
അത് ഞാൻ ഭദ്രമായി തലേന്നയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. നീ എടുത്തോണ്ട് വന്നേ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബുള്ളറ്റ്സ് ആണ്, ഞാൻ എടുക്കുന്നു. ഇനി ഇതിൽ ഇത് വേണ്ട. ഇത് ഒറിജിനൽ ബുള്ളറ്റ്സ് ആണ്, സൂക്ഷിക്കണം. റോയ്, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലവനല്ല. തിളച്ചു മറിയുന്ന ഒരു അഗ്നിപർവ്വതം നെഞ്ചിലൊതുക്കിയാണ് അവൻ നടക്കുന്നത്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അതിൽ നീയോ ഞാനോ അവനൊരു പ്രശ്നമായിരിക്കില്ല. വളരെ വേഗത്തിൽ അവൻ നിന്നെ വീഴ്ത്തിക്കളയും. ബി കെയർഫുൾ. ഇനി കൂടിയാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ കാര്യവും തീർത്ത് നമുക്ക് മടങ്ങാം. ഇതുവരെ എനിക്കെതിരെ ഒന്നും കാണിച്ചിട്ടില്ല. അതും അവന്റെ ഒരു ആയുധമാണ്. നീ തീർത്തും വിശ്വസിക്കരുത്. വളരെ ചെറുപ്പം മുതലേ എനിക്കവനെ അറിയാം. ഇത്രയും ധൈര്യശാലിയും പരിക്കനുമായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ തെരഞ്ഞെടുത്തത്. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? തൽക്കാലം മമ്മാലിക്കാട് വീട്ടിലാണ്. ഇന്ന് മുതൽ എന്നെ ഈ ഫോൺ നമ്പറിൽ കിട്ടും. SP രഹസ്യമായി താമസിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഞാൻ വരട്ടെ. ശരി. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റോയിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. രാത്രി അവനെ എങ്ങും പുറത്തു വിടരുത്. അഥവാ പോയാൽ തന്നെ എന്നെ ഇൻഫോം ചെയ്യും. എവിടെ പോകുന്നു? എനിക്ക് പുറത്തു പോകണം. രാത്രി പുറത്തു പോകാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. ഞാൻ പോകും. പോയില്ല. ഞാനിവിടുന്ന് രക്ഷപ്പെട്ടു പോകാനല്ല പോകുന്നതെന്ന് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. നേരിട്ട് പറയുന്നല്ലേ ഭംഗി. സോഫി, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. എന്തിന്? എന്തിനാണെന്ന് പറഞ്ഞാലേ പോകാക്കുള്ളൂ. പറഞ്ഞാലും ചിലപ്പോ പോകാൻ പറ്റിയെന്ന് വരില്ല. ഞാനെന്താ ചേട്ടന്റെ അടിമയാണോ? അല്ല, ചേട്ടന്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ചേട്ടൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. സോഫി, ഞാൻ എന്റെ പെങ്ങളെ കാണാൻ പോവാണ്. എവിടെ? മെന്റൽ ഹോസ്പിറ്റലിൽ. ഓഹോ, അതിനായിരുന്നു അടിക്കടി മെന്റൽ ഹോസ്പിറ്റലിൽ പോയിരുന്നത്? അതെ. എന്താ, പകൽ പോയാൽ കാണാൻ പറ്റില്ലേ? എന്റെ ക്ഷമയെ പരീക്ഷിക്കാനോ? അല്ല, പിന്നെ തൽക്കാലം എന്നെ മറികടന്ന് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓ, സെക്യൂരിറ്റി ആയിരിക്കും അല്ലേ? അല്ല, സെൽഫ് പ്രൊട്ടക്ഷൻ. എന്തിനാ ഈ രാത്രി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നത്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്. പറയാൻ വിരോധമുണ്ടോ? എന്റെ ക്ലാസ്മേറ്റ് ഡോക്ടർ പ്രകാശാണ് ബിന്ദുവിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ന് അയാൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതിനെന്താ, ചേട്ടനോട് പറഞ്ഞ് ഡേ ഡ്യൂട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോരെ? സോഫി, ഞാൻ ആരെയും വഞ്ചിക്കാനല്ല ഇവിടെ വന്നത്. എന്ന് വിശ്വസിക്കൂ. ഇന്ന് രാത്രി അവൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എനിക്ക് ലോകത്ത് അവളില്ലാതെ വേറെ ആരുമില്ല. ആരും. ബിന്ദുവിന് എങ്ങനെയാണ് ഈ അസുഖം വന്നത്? വിവാഹം കഴിഞ്ഞിരുന്നോ? വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയുമായി. ആരാണ് ബിന്ദുവിനെ വിവാഹം കഴിച്ചത്? ഡോക്ടർ ജോയ്, എൻ്റെ ഒരു കൂട്ടുകാരൻ. അന്നോട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
വിവാഹം കഴിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കൺഗ്രാജുലേഷൻ തളിയാ, തന്തയാൻ പോവാണ്. ചെലവ് ചെയ്യണം. ഏറ്റു ഞാൻ പുറപ്പെടുന്നു. ജസ്റ്റ് 5 minutes. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഗർഭിണിയായ എന്റെ പെങ്ങൾ, നിശബ്ദമായ എന്റെ വീട്. അവൾ പ്രസവിക്കുന്നതുവരെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ നിറ കണ്ണുകളുമായി ഞാൻ കാത്തിരുന്നു, രാത്രിയും പകലും. അവസാനം അവൾ പ്രസവിച്ചു, പൂനിലാവിന് വെല്ലുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഞാനും എന്റെ പൊന്നുപെങ്ങളും അവളുടെ കുഞ്ഞും ഒരു സ്വർഗലോകം തന്നെ പണിതു.